നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് 50-നകത്തെ റാങ്കിലോട്ട് നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുചെന്നെത്തിക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഇന്ന് കംപ്ലീറ്റ് സിലബസും അതുപോലെ എങ്ങനെയാണ് ഓരോ പരീക്ഷയ്ക്കും നമ്മുടെ മാർക്കിൻ്റെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 50 റാങ്കിനകത്തോട്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇത് കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത്, വെറുതെ ബ്ലഫ് ചെയ്യല്ല. സോ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രം മുന്നോട്ട് കണ്ടാൽ അവർക്ക് വളരെയധികം സഹായകരമായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിൽ പ്രിലിംസ് മുതൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് വരെയുള്ള മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതിൻ്റെ ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ പരീക്ഷയ്ക്കും ഓരോ രീതിയിലാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അത് പ്രിലിംസിന് വ്യത്യാസമായിരിക്കണം, റാങ്കിങ്ങിൽ വരുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് അത് വ്യത്യാസമായിരിക്കണം. അപ്പോൾ ഇവിടെ പ്രിലിംസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ 2 പേപ്പറാണെന്ന് എല്ലാവർക്കും അറിയാം. 200 മാർക്ക് വീതമാണ്, 200 മാർക്ക് വീതം. അതിൽ സെക്കൻഡ് പേപ്പർ ക്വാളിഫയിങ് പേപ്പർ ആയതുകൊണ്ട് 33% മതി. 67 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സേഫാണ്. കഴിഞ്ഞ വെബിനാർ പങ്കെടുത്ത എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് CSAT-ൽ ബെയർ മിനിമം മാർക്ക് എത്തിച്ചേരുക എന്നുള്ളത്. സോ 80 ക്വസ്റ്റ്യനിൽ നിന്ന് 67 മാർക്കിലോട്ട് വരുന്നത് അത്ര കണ്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ദെൻ ക്വാളിഫയിങ് പേപ്പർ എന്ന് പറയുന്നത് റാങ്ക് പേപ്പർ എന്ന് പറയുന്നത്, കട്ട് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെയാണ്, 200 മാർക്കിൻ്റെയാണ്. ഇപ്പോൾ ഇവിടെ 100 ക്വസ്റ്റ്യനാണ് വരുന്നത്. ആ 100 ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ തവണത്തെ ജനറലിൻ്റെ കട്ട് ഓഫ് 98 ആയിരുന്നു. 2019 പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 98 ആയിരുന്നു. പക്ഷേ 98 പോരാ, നിങ്ങൾ കുറച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇത്തവണത്തെ കട്ട് ഓഫ് കുറച്ച് മുകളിലായിരിക്കാനാണ് കൂടുതൽ സാധ്യത വരുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു 120 എബോ എങ്കിലും സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. 2 തരത്തിലുള്ള എക്സാം സ്ട്രാറ്റജി ഉണ്ട്. 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തും 100 ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്തും നമുക്ക് എക്സാമിനെ നേരിടാൻ പറ്റും. ഇവിടെ 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ 65, 15, 20 എന്ന് പറഞ്ഞാൽ നമ്മൾ ലീവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 80 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ പരമാവധി നമുക്ക് തെറ്റ് വരുത്താൻ പറ്റുന്നത് 15 ക്വസ്റ്റ്യൻസിന് മാത്രമാണ്. മനഃപൂർവ്വം ചെയ്യരുത്, എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ കൊണ്ട് വരുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അല്ലാത്തത് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് വരുന്നുള്ള തെറ്റുകൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ 15 റോങ് ഉള്ളത് കൊണ്ട് അവിടെ 5 ക്വസ്റ്റ്യൻ്റെ മാർക്ക് നഷ്ടപ്പെടും. വിച്ച് മീൻസ് 10 മാർക്ക് നമുക്കവിടെ നഷ്ടപ്പെടും. 65 ശരി ഉത്തരം വരുമ്പോൾ 130 മാർക്ക് കിട്ടും. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 120. ഇവിടെ 100 ക്വസ്റ്റ്യൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 100 എണ്ണം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 70 ക്വസ്റ്റ്യൻസ് ശരിയായിരിക്കണം, 30 എണ്ണം ഇന്നപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് മാത്രമേ അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ 140 - 20 എന്നുള്ളൊരു സ്ട്രാറ്റജിയിൽ അഗെയിൻ 120 മാർക്സ്. അപ്പോൾ ഈ രീതിയിലായിരിക്കണം അതിൻ്റെ മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്യേണ്ടത്. 120 ഒരു മിനിമം ടാർഗറ്റാക്കി വെച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അല്ല ഒരിക്കലും 100 ടാർഗറ്റ് ചെയ്യരുത്. 100 ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് താഴോട്ട് ഇറങ്ങത്തേ ഉള്ളൂ. അപ്പോൾ പ്രിലിംസിൻ്റെ കാര്യത്തിൽ റിസ്ക് ചെയ്യാൻ പറ്റത്തില്ല. UPSCയുടെ നോട്ടിഫിക്കേഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത്, അതിൻ്റെ കട്ട് ഓഫ് വരുന്ന സമയത്ത് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നതിൻ്റെ +5 മാർക്കായിരിക്കും മാറി വരുന്നത്. സോ റിസ്ക് എടുക്കരുത്. ഓക്കെ, പ്രിലിംസിനെ പറ്റി മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടും ഇനിയും കൂടുതൽ എക്സാം സ്ട്രാറ്റജീസും ടെക്നിക്സും ഒക്കെ നമുക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടും ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അഗൈൻ ഒരു കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അതായത് പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ആയുധം എന്ന് പറയുന്നത്, ടൂൾ എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എത്ര കണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമോ അത്രയും കൂടുതൽ നിങ്ങളുടെ കട്ട് ഓഫിന് മുകളിൽ പോകാനുള്ള സാധ്യത പെർ ഡേ കൂടിക്കൊണ്ടിരിക്കും. 224 ദിവസങ്ങളാണ് ഇനി നിങ്ങൾക്ക് പ്രിലിംസിന് വേണ്ടി ബാക്കിയുള്ളത് 2021 എക്സാം സീരിയസ് ആയിട്ട് എഴുതുന്നവർക്ക് വേണ്ടി കേൾക്കാൻ. ദെൻ മെയിൻസിൽ വരുന്ന പരീക്ഷകളെ മൊത്തം ഈ ഒരു യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ സ്പെസിഫിക് ആയിട്ട് പറയാമെങ്കിൽ ഈ ഒരു മാർക്കിങ്ങിൽ വരുന്നത് കമ്പൾസറി പേപ്പേഴ്സാണ്. അതായത് ഇന്ത്യൻ ലാംഗ്വേജ്, മോസ്റ്റ്ലി മലയാളം ചൂസ് ചെയ്യുന്ന കേരളീയർ. ദെൻ സെക്കൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്. ഇത് രണ്ടും 300 മാർക്കിനാണെങ്കിലും രണ്ടിനും 75 മാർക്ക് സെക്യൂർ ചെയ്താൽ മതി. രണ്ടിനും കൂടിയല്ല, ഓരോന്നിനും 75 മാർക്ക് വീതം. അതായത് 25% മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സേഫ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും ബേസിക്കാണ് പറഞ്ഞത്, അതിനെപ്പറ്റി കൂടുതൽ പോകുന്നില്ല. then ഇവിടെ ഒരു ഗ്രീൻ കളറിലെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് 1750 മാർക്കിന് വരുന്ന 7 പേപ്പറുകൾ. ഓക്കെ, ഓരോ പേപ്പറിനും 250 മാർക്ക് വെച്ചിട്ട് 7 പേപ്പർ 1750. ഇതിൽ എസ് എ മുതൽ ജി എസിൻ്റെ 4 പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 1250 മാർക്കിനും ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെത് 500 മാർക്കിനുമാണ് മാക്സിമം മാർക്ക് അവാർഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്ഷണൽ വളരെ ക്രൂഷ്യലാണ്. ഓപ്ഷണൽ നന്നായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നല്ല സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 250 മാർക്ക് വീതമാണ്. അതിൽ 150 മാർക്കിൽ കുറഞ്ഞ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കരുത്. അതായത് ഓപ്ഷണലിൽ 300 മാർക്ക്, ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. 300 മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്യണം. +or-10. ഓക്കെ, മലയാളമാണെന്നുണ്ടെങ്കിൽ 320 വരെയൊക്കെ മാർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, അതിന് മുകളിലോട്ടൊക്കെ സ്കോർ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ മലയാളമാണ് പഠിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആന്ത്രോപോളജിയാണ് പഠിക്കുന്നതെങ്കിൽ ലിമിറ്റഡ് സബ്ജക്റ്റ് മാക്സിമം തവണ എഴുതി പ്രാക്ടീസ് ചെയ്യുക, വായിച്ച് ഹൃദയസ്ഥമാക്കുക, നല്ല രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് റൈറ്റിംഗ് സ്റ്റൈല് നന്നാക്കി എടുക്കുക. നിങ്ങളുടെ ഒരു റൈറ്റിംഗ് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ആയിരിക്കണം. അങ്ങനെയുള്ള ആൻസേഴ്സിന് മാത്രമേ മാർക്ക് വീഴത്തുള്ളൂ. 22 നവംബറിന് ഒരു റൈറ്റിംഗ് വെബിനാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. സീരിയസ് ആസ്പിറൻസ് മാത്രം. ഇനി എസ് എ തുടങ്ങി ജി എസിൻ്റെ 4 പേപ്പർ ചേർത്തുള്ള 5 പേപ്പറിനും കൂടി നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ട മാർക്ക് 600 മാർക്കാണ്. വൈ 600 അത് പറയാം. 120 മാർക്ക് വെച്ചിട്ട് എല്ലാത്തിനും സ്കോർ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കിലോട്ട് സുഖമായിട്ട് എത്താനായിട്ട് സാധിക്കും. 120 × 5 600 മാർക്ക്. പക്ഷേ കറണ്ട് ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി എസിൻ്റെ ആദ്യത്തെ 3 പേപ്പറിന് GS1 110, GS2 110, GS3 ഒരു 90-100 മാർക്കാണ് ഇപ്പോൾ കറണ്ട് ട്രെൻഡ്. ടോപ്പേഴ്സിന്റെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ മാത്രമേ മാർക്ക് വന്നിട്ടുള്ളൂ. വിച്ച് മീൻസ് നമ്മുടെ ഒരു ടാർഗറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 40ഓളം മാർക്ക് 600 മാർക്ക് പ്ലാൻ ചെയ്യുന്നതിൽ നിന്ന് നഷ്ടപ്പെടും. അത് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് GS4ന്റെ എത്തിക്സ് പേപ്പർ 140 സ്കോർ ചെയ്യാനായിട്ട് ഈസിയാണ്. ഏറ്റവും കൂടുതൽ ടോപ്പേഴ്സിന്റെ മാർക്ക് നോക്കിയാൽ 140 എബോ ഒരുപാട് പേർക്ക് സ്കോർ ഉണ്ട്. എസ് എ അഗെയിൻ നമ്മുടെ എക്സാമിന് ഇരിക്കുന്ന ഒരു സമയത്തെ മൂഡ്, അതുപോലെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ അഗെയിൻ ഒരു 140 സ്കോർ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വിഷയം തന്നെയാണ് എസ് എ ആൻഡ് എത്തിക്സ്. അപ്പോൾ GS 1 to 3 നഷ്ടപ്പെടുന്ന മാർക്ക് നിങ്ങൾക്ക് അതിൽ കവർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് എപ്പോഴും ഒരു സ്കോറിംഗ് സബ്ജക്റ്റ് ആയിട്ട് പറയുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് എസ് എ, എത്തിക്സ് പേപ്പർ, ദെൻ ഓപ്ഷണൽ പേപ്പേഴ്സ്. അത് തന്നെയാണ് ഗെയിം ചേഞ്ചർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 140, 110, 100, 140 ഇത് ഇതിന്റെ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ 600 എന്ന് പറയുന്ന ഒരു റേഞ്ചിലോട്ട് വരും. നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഓപ്ഷന്റെ മാർക്ക് എന്ന് പറയുന്നത് 300 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി 900 മാർക്കിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50-നകത്ത് റാങ്കിൽ വരാനുള്ള നിങ്ങളുടെ പോസിബിലിറ്റി വളരെയധികം വർദ്ധിച്ചു. ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ കാര്യം നോക്കണമെങ്കിൽ 275 അതിന്റെ മാക്സിമം സ്കോറിംഗ് വരുന്നത്. 5 ടൈപ്പായിട്ടാണ് ഇതിലെ ഉദ്യോഗാർത്ഥികളെ തരംതിരിക്കുന്നത്. അല്ല മാർക്ക് ടോപ്പിൽ വരുന്ന ഒരു 220 എബോയൊക്കെ വരെയുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി കാൻഡിഡേറ്റ്സ്, ദെൻ ഒരു 200 എബോ വരുന്നത് വെരി ഗുഡ് കാൻഡിഡേറ്റ്സ്, ഒരു 180 എബോ വരുന്നത് ഗുഡ് കാറ്റഗറി, ദെൻ 180ക്ക് താഴെ വരുന്ന എന്നാൽ ഒരു 140ക്ക് മുകളിൽ വരുന്നവര് ഇംപ്രൂവ്മെന്റ് റിക്വയർഡ് എന്നുള്ള ഒരു കാറ്റഗറിയാണ്. ഓക്കെ, വേണമെങ്കിൽ ആവറേജ് എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ എബോ ആവറേജ്. ഇനി 140ക്ക് താഴെ വരുന്നവര് ആവറേജ് എന്നോ പുവർ എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇതിന്റെ മാർക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ 180 അതിന് മുകളിലുള്ള എല്ലാം വളരെ നല്ലത് തന്നെയാണ്. 180ക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അല്പം ക്ഷീണം ഉണ്ടാക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 900 മാർക്ക് റിട്ടേൺ എക്സാമിന് നേടിക്കഴിഞ്ഞാൽ ഒരു 180 മാർക്ക് അതിന് താഴെ നമുക്കൊരു ആവറേജ് പിടിക്കാം. ഒരു 150 മാർക്ക് കൂടി അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മീൻസ് വേറെ മിനിമമായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു 120 എബോ കിട്ടും. അപ്പോൾ ഒരു ആവറേജ് പെർഫോം ചെയ്യുന്ന ആളിന് 150-160 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ 1050 മാർക്കിലോട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും.
നമുക്കൊരു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിലിംസിന്റെ കട്ട് ഓഫിനെ പറ്റി പറയുന്നില്ല, നമ്മൾ ആൾറെഡി പറഞ്ഞു. 98 ജനറൽ കട്ട് ഓഫ്, എക്കണോമിക് ബാക്ക്വേർഡ് സെഷൻ 90, OBC 95.34, SC 82, ST 77.34 ആൻഡ് ബാക്കിയുള്ള കാറ്റഗറീസ്. ഇതിൽ പ്രിലിംസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു 120 എബോ എപ്പോഴും പ്ലാൻ ചെയ്തിരിക്കണം. എല്ലാ തവണയും ഇതുപോലെ ഈസി ഗോയിങ് ആയിരിക്കത്തില്ല. ദെൻ മെയിൻസിന്റെ കട്ട് ഓഫ് നോക്കൂ. നമ്മളിവിടെ ജനറൽ മാത്രമേ നോക്കുന്നുള്ളൂ. 751 മാർക്ക്. അതായത് ഓപ്ഷണൽ ഗെയിം ചേഞ്ചറിന് നിങ്ങൾ 300 മാർക്ക് സെക്യൂർ എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് 451 മാർക്ക് മാത്രം. ഓക്കെ, അതിൽ തന്നെ SIയുടെയും അതുപോലെ എത്തിക്സ് പേപ്പറും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 280 മാർക്സ് ഇസ് ഈസി. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വരുന്ന മാർക്ക്, 3 വിഷയത്തിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്ന മാർക്ക് കട്ട് ഓഫിന് മുകളിൽ പോകാനായിട്ട് നിസ്സാരമായിട്ടുള്ള മാർക്കാണ്. ഓക്കെ, ഓരോ മാർക്കും അതിന്റെ വാല്യൂ ഉണ്ട്. നിസ്സാരം എന്ന് പറഞ്ഞത് കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഇനി EWS OBC ഒക്കെ നോക്കണമെങ്കിൽ OBC ഒരു 20-30 മാർക്കിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. SC ആൻഡ് ST കം ടുഗദർ ഒരു 50 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടാവും. അഗൈൻ EWS ഇപ്പൊ വന്നതുകൊണ്ട് ഐ തിങ്ക് STയുടെ മാർക്കിനേക്കാളും താഴെയാണ് EWSന്റെ ഇപ്പോൾ സ്കോറിംഗ്. ബട്ട് ഇൻ ആൻഡ് അറൌണ്ട് ഒരു 60 മാർക്ക്, അതിൽ കൂടുതലൊന്നും നമുക്ക് കുറഞ്ഞു കിട്ടത്തില്ല. ഇവിടെ 55ന്റെ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് ഫൈൻ. ഇനി ഫൈനൽ കട്ട് ഓഫ് നോക്കൂ. 961 ജനറൽ. ഓക്കെ, ഈ 961 ഞാൻ നിങ്ങളോട് പറയുന്നത് 900 മെയിൻസിന് സ്കോർ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അവിടെ കട്ട് ഓഫിന് മുകളിൽ പോകാൻ വേണ്ടിയിട്ട് ബെയർ മിനിമം മാർക്ക് മാത്രം മതി. അതായത് 61 ഉള്ള, അതായത് ഇന്റർവ്യൂവിന് 61 കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽ ബി ഡെഫിനറ്റ്ലി ഇൻ ടു ദി സർവീസ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു 150 മാർക്കെങ്കിലും ആവറേജ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അഫ്കോഴ്സ് നിങ്ങൾക്ക് കൂടുതൽ വാങ്ങിക്കാൻ കഴിയട്ടെ. ഇനി കട്ട് ഓഫ് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഇത് UPSCയുടെ തന്നെ വെബ്സൈറ്റിലാണ്. നിങ്ങൾക്ക് ഈ ഒരു URL കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിലോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ വർഷത്തെ ടോപ്പർ റാങ്ക് 1ന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രദീപ് സിംഗ്, റോൾ നമ്പർ 630-31-84. ഓക്കെ, അദ്ദേഹത്തിന്റെ മാർക്ക് ഞാൻ പറഞ്ഞ മാർക്കോട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, SA നമ്മൾ പറഞ്ഞത് 140. ഓക്കെ, ഹി സ്കോർ സെയിം. ആൻഡ് എത്തിക്സ് പേപ്പർ നമ്മൾ 140 പറഞ്ഞത്, പുള്ളി 17 മാർക്ക് കൂടുതൽ എടുത്തിട്ടുണ്ട്. തേർഡ് പേപ്പർ നമ്മൾ 100 പറഞ്ഞത് 101. മിക്കവാറും ടോപ്പേഴ്സിന്റെ മാർക്ക് 90-നും 100-നും ഇടയിലായിരുന്നു. അത് കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ കറന്റ് ട്രെൻഡ്. ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേപ്പർ 110 വെച്ചിട്ടാണ് പറഞ്ഞത്. അത് രണ്ടും കൂടെ നോക്കുമ്പോൾ ലൈക്ക് ഇൻ ആൻഡ് അറൌണ്ട് ആ ഒരു റേഞ്ചിലാണ് മാർക്ക്. ഇവിടെ 2 മാർക്ക് കുറഞ്ഞു, ഇവിടെ 5 മാർക്ക് കൂടി. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 610+ ആണ് പുള്ളിയുടെ മാർക്ക്. നമുക്കിവിടെ വേണം എന്ന് ഞാൻ പറഞ്ഞ മാർക്ക് 600 ആണ്. ഇനി ഓപ്ഷന്റെ കാര്യം നോക്കാം. ഓപ്ഷൻ അദ്ദേഹം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. ഏതാണ്ട് 293 മാർക്ക്. അപ്പോൾ നിയർ അബൌട്ട് 300 മാർക്ക് തന്നെ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി പേഴ്സണൽ ടെസ്റ്റിന്റെ മാർക്ക് നോക്കൂ. 158 എന്ന് പറയുമ്പോൾ ഇംപ്രൂവ്മെന്റ് റിക്കോർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ടാണ് അദ്ദേഹത്തിന്റെ മാർക്ക് വന്നിട്ടുള്ളത്. അഗെയിൻ ഹി സ്കോർ റാങ്ക് 1. അങ്ങനെ റാങ്ക് 1 വരാനുള്ള കാരണം എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കോർ മാത്രമാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 914 മാർക്ക് അദ്ദേഹത്തിന് സെക്യൂർ ചെയ്യാൻ പറ്റി. ഇനി ഫൈനൽ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1072. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 600 മാർക്ക് GSന് സ്കോർ ചെയ്യണം, 300 മാർക്ക് ഓപ്ഷന് ടാർഗറ്റ് ചെയ്യണം, അതുപോലെ ബെയർ മിനിമം 150 എങ്കിലും സ്കോർ ചെയ്യണം. സോ ഈ ഒരു തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് 50ക്ക് മുകളിലോട്ട് പോകും. 50ക്ക് മുകളിൽ വെച്ചാൽ 50 മുതൽ 1നും 50ക്കും ഇടയിലോട്ടുള്ള ഒരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ടാർഗറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. മലയാളം ഓപ്ഷൻ എടുത്തിട്ടുള്ളവർ നന്നായിട്ട് എഴുതി വർക്ക് ചെയ്യണം. സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാക്കണം. അതുപോലെ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കണം. ന്യൂസ് പേപ്പർ സ്കിപ്പ് ചെയ്യരുത്. അതിന്റെ എഡിറ്റോറിയൽസ് വായിച്ചു നോക്കണം. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കണം. സിലബസിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. സോഴ്സ് ഒരു പ്രശ്നമല്ല. സോഴ്സ് വളരെ ലിമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സിലബസിലെ എല്ലാ ഏടുകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ പോകുന്ന സമയത്ത് മാക്സിമം തവണ നിങ്ങളത് റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്ത് മാക്സിമം നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം.
ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു ടാർഗറ്റ് വെച്ച് മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 50-നകത്ത് റാങ്ക് കൊണ്ടുവരുന്ന ഉദ്യമത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും സക്സസ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ടൈം ഷെഡ്യൂളും പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.